ഇന്ന് നമ്മൾ ലണ്ടൻ പോവാണ്. രാവിലെ തന്നെ എണീറ്റ് റെഡിയായി. ക്ഷീണമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. എന്നാലും രാഹുൽ 3 ദിവസമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ലണ്ടൻ കാണാമെന്ന് വെച്ച് ഇറങ്ങി. അപ്പോൾ എൻ്റെ ലണ്ടൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര മിക്കതും ട്രെയിനിൽ തന്നെയാണ്. ഇവിടെ എസ്കലേറ്ററിൽ നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിൽക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റഷ് ഉള്ളവർക്ക് വേഗം പോകാം. പിന്നെ ജൂൺ 21 യു കെയിൽ ഈ വർഷത്തെ ഏറ്റവും നീണ്ട ദിവസം. ആൻഡ് ഞാൻ എത്തിയ നെക്സ്റ്റ് ഡേ ആയിരുന്നു അത്. നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലെത്തി. ഇനി പോകാൻ പോകുന്ന സ്ഥലം എല്ലാവർക്കും ഫെമിലിയർ ആണ്. കുറേ റീൽസ് വ്ളോഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. വൈറൽ സ്ട്രോബെറി ചോക്ലേറ്റ് കണ്ടപ്പോൾ തൊട്ട് ലണ്ടൻ വന്നാൽ ഇവിടെ എന്തായാലും പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. യെസ്, ബോറോ മാർക്കറ്റ്. സ്ട്രോബെറി ചോക്ലേറ്റ് മാത്രമല്ല, വേറെ കുറേ മസ്റ്റ് ട്രൈ ഫുഡ് ഉണ്ട് ഇവിടെ. സത്യം പറയാലോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്ട്രോബെറി കഴിക്കാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓവറായി തോന്നും ഞാൻ പറയുന്നത്, ബട്ട് ഐ വാസ് വെരി എക്സൈറ്റഡ് ടു ഹാവ് ഇറ്റ്. ഈ സ്ട്രോബെറി വൈറലായപ്പോൾ നാട്ടിൽ ഇറങ്ങിയിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും നാട്ടിൽ സ്ട്രോബെറി സീസൺ ആകുമ്പോൾ കഴിക്കാൻ പോകാറുണ്ട്. ഇനി ഇവിടുത്തെ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. പിന്നെ ഈ കാണുന്ന പൈല കഴിക്കാൻ ഭയങ്കര തിരക്കായിരുന്നേ. നമ്മൾ തിരക്കാരന് അവിടെ നിന്നില്ല. അങ്ങനെ സ്ട്രോബെറി കഴിക്കാൻ പോവാണ്. ഇവിടെയും തിരക്കുണ്ട്, ബട്ട് ഇറ്റ് വാസ് മൂവിങ് ഫാസ്റ്റ്. നല്ല ഓർഗനൈസ്ഡ് ആണ് അവരെല്ലാം ചെയ്യുന്നത്. എന്തൊരു വലിയ സ്ട്രോബെറീസാണ്, ബിഗ് ആൻഡ് റെഡ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, സഡപടേന്ന് പറഞ്ഞിട്ടാണ് അവർ സംഭവം കയ്യിൽ തരുന്നത്. ആൻഡ് പെട്ടെന്ന് റീഫിൽ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ചേച്ചി ഇതാ ജ്യൂസ് വാങ്ങാൻ പോയി, ഓറഞ്ച് ജ്യൂസ്. അതും നല്ലതായിരുന്നു. ആൻഡ് ഫൈനലി ദ മൊമെന്റ് ഇസ് ഹിയർ. നാട്ടിലത്തെ സ്ട്രോബെറി പുളി കൂടുതലാണ്, ഇത് അങ്ങനെയല്ല, സ്വീറ്റ്. ഓ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ അത്ര എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് വന്നില്ല. ശരിക്കും നല്ല സ്വീറ്റ് ആൻഡ് ജ്യൂസി സ്ട്രോബെറീസ് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ബാക്കിയുള്ളത് നമ്മൾ വടിച്ച് കഴിച്ചു. വീണ്ടും കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഞാൻ വീണ്ടും കഴിക്കും. റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 10 on 10 കൊടുക്കും. എന്താ, നേരത്തെ ചേച്ചി വാങ്ങിച്ച ഓറഞ്ച് ജ്യൂസ് കുടിച്ച് നോക്കിയതാണ്. നെക്സ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നത് സ്ലോ റോസ്റ്റ് പോർക്കാണ്. അതിൽ ദ ബെസ്റ്റ് വൺ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവിടെയും നമ്മൾ കണ്ട പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. വെരി വെൽ ഓർഗനൈസ്ഡ്. കണ്ടു നിൽക്കാൻ തന്നെ രസമാണ്. ഫസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അവർ പേര് ചോദിക്കും. അങ്ങനെ നമ്മുടെ ഫുഡ് തരുന്ന ബോക്സിൽ പേരെഴുതും. വൺസ് ഇറ്റ് ഇസ് റെഡി ദേ വിൽ കോൾ ഔട്ട് അവർ നെയിം. Alan, Brian. അങ്ങനെ നമ്മൾ ഈ പുൾഡ് പോർക്കിൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോവാണ്. സത്യം പറയാലോ, അവിടെ വെച്ച് കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. സ്ട്രോബെറി ചോക്ലേറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. നല്ലതല്ലേ? ഇഷ്ടം. പിന്നെ നമ്മൾ കഴിച്ചത് ബീഫ് ബ്രിസ്ക്കറ്റ് പീറ്റയായിരുന്നു. അതും നല്ലതായിരുന്നു. അതും എനിക്കിഷ്ടമായി. സെക്കൻഡ് ബൈറ്റ് എടുക്കാൻ നോക്കി, വന്നില്ല. പക്ഷെ എൻ്റെ ഫേവറേറ്റ് നേരത്തെ കഴിച്ച പുൾഡ് പോർക്ക് തന്നെയാണ്. എന്തത്? Thai milk tea. തായ് മിൽക്ക് ടീയോ? പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. കിട്ടി
നമ്മൾ ഒരു സംഭവം കൂടി തപ്പി നടക്കുമായിരുന്നു, ഒരു വൈൽഡ് മഷ്റൂം റിസോർട്ടോ. അതും ബോറോ മാർക്കറ്റിൽ നല്ല ഫേമസ് ആണ്. Have a taste, everyone! 3 samples here! Don't be shy! You look like a fruit writer from The Guardian. Yeah, that's fresh! One fresh! One You fresh! know The Guardian newspaper? Yeah. You look like the fruit writer. Like the guy who does the restaurant reviews. I'm the one who writes that. Oh, you're the guy. That's cool. You got lots of... പക്ഷെ നമ്മളിവിടെ ഒന്ന് പറ്റിക്കപ്പെട്ടു. റിസോർട്ടോ 7 to 8 pounds ആണ്. ബട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്ന ടൈം അവിടെ നിൽക്കുന്ന ആളെ ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ നോർമൽ എന്ന് പറഞ്ഞു. ബട്ട് അയാൾ വേറെ ഒന്നാണ് ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞു. അപ്പോൾ വി എഗ്രീഡ്, ഓക്കെ ബെസ്റ്റ് സെല്ലർ മതിയെന്ന്. ബട്ട് ഇറ്റ് വാസ് അറൗണ്ട് 20 pounds. അവിടെ നമ്മൾക്ക് ആകെ ഒരു കൺഫ്യൂഷനായി. ബട്ട് ആകെ വരുന്ന ഡിഫറൻസ്, ഇതിൻ്റെ മേലെ എഡിബിൾ ആയിട്ടുള്ള മഷ്റൂം, അതായത് കുക്ക് ചെയ്യാത്ത ഉള്ളത് ഉണ്ട്, അതിനാണ് ഈ പ്രൈസ് വരുന്നത്. നിങ്ങൾ പോവുകയാണെങ്കിൽ ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാകില്ല. ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ പതുക്കെ കഴിച്ച് ഓക്കെ ആയി. പിന്നെ ഞാനൊരു സോഫ്റ്റി വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ പതുക്കെ നമ്മൾ ബോറോ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി പാർട്ട് 2 വേഗം വരുന്നതായിരിക്കും. സീ യു ഗൈസ്, ബൈ.